സാഹിത്യ സാംസ്കാരിക ഭൂമിയിൽ മാറ്റി നിർത്താനാകാത്ത ഒരിടമാണ് കോഴിക്കോട്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാർ തട്ടകമാക്കിയ നഗരം. വൈക്കം മുഹമ്മദ് ബഷീറും എസ്.കെ. പൊറ്റക്കാടും അക്കിത്തവും തിക്കോടിയനും ഉറൂബും OV വിജയനുമൊക്കെ വ്യത്യസ്ത കാലങ്ങളിൽ ഈ നഗരത്തിന്റെ സന്തതികളായിരുന്നു. ഇവരിൽ ചിലർ കോഴിക്കോട്ടുകാരാണെങ്കിൽ മറ്റു ചിലർ കോഴിക്കോടേക്ക് വന്ന് ഈ നഗരത്തിന്റെ ഭാഗമായവരാണ്. അതുപോലെ തന്നെ കോഴിക്കോടുമായി അഗാധമായ ആത്മബന്ധമാണ് MT വാസുദേവൻ നായർക്കുള്ളത്. 1956 ജോലി കിട്ടി കോഴിക്കോടേക്ക് MT ജീവിതം പറിച്ചു നട്ടത്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് 12ാം വയസ്സിൽ MT കോഴിക്കോട് നഗരം കണ്ടു. സിലോണിൽ നിന്ന് വർഷത്തിലൊരിക്കൽ അവധിക്ക് വരുന്ന അച്ഛന് ബാങ്ക് അക്കൗണ്ട് കോഴിക്കോടായിരുന്നു. അന്ന് SBI ഇല്ല, ഇംപീരിയൽ ബാങ്കാണ്. മാനാഞ്ചിറയിലുള്ള ഇന്നത്തെ വലിയ SBI കെട്ടിടം തന്നെയായിരുന്നു അന്ന് ഇംപീരിയൽ ബാങ്കായി പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയിരിക്കെയാണ് ഒരിക്കൽ ബാങ്കിലേക്ക് പോയപ്പോൾ അച്ഛൻ മകൻ വാസുവിനെയും കൂട്ടിയത്. തീവണ്ടിയിൽ കോഴിക്കോട് ഇറങ്ങി നടന്നാണ് MT അച്ഛനൊപ്പം ബാങ്കിലേക്ക് പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം പാഞ്ഞു പോകുന്ന കുതിരവണ്ടികളായിരുന്നു മനസ്സിൽ കൂടുകൂട്ടിയ അന്നത്തെ കോഴിക്കോടൻ കാഴ്ചയിൽ തന്നെ ഏറെ ആകർഷിച്ചതെന്ന് MT പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കൗമാരത്തിലും MT കോഴിക്കോടെത്തി. കോഴിക്കോട് ജോലി ചെയ്തിരുന്ന മൂത്ത സഹോദരൻ ബാലനൊപ്പമായിരുന്നു ആ 2ാം വരവ്. അന്ന് മിഠായി തെരുവിൽ വെച്ച് തിക്കോടിയനെ പരിചയപ്പെട്ടതും തുടർന്ന് ആര്യഭവൻ ഹോട്ടലിൽ പോയി അദ്ദേഹത്തോടൊപ്പം ജിലേബി എന്ന മധുര പലഹാരം ആദ്യമായി കഴിച്ചതുമൊക്കെ പിന്നീട് അഭിമുഖങ്ങളിൽ MT ഓർത്തെടുത്തിട്ടുണ്ട്. ജോലി കിട്ടി എത്തിയ ശേഷമാണ് MTക്ക് കോഴിക്കോടുമായുള്ള ആത്മബന്ധം ദൃഢമായത്. കോഴിക്കോട് നഗരത്തിലെ വാടക വീടുകളും ഓരോ വഴികളും അവിടത്തെ രുചികളും എഴുതാനിരിക്കുന്ന ഹോട്ടൽ മുറികളും ഇഴപിരിയാത്ത സൗഹൃദ ബന്ധങ്ങളുമെല്ലാം MTക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. MT നിരവധി സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ആദ്യത്തെ വാടക വീട് ചാലപ്പുറത്തായിരുന്നു. പിന്നീട് ജയിലിന് സമീപത്തേക്കും ആനിഹാൾ റോഡിലും സെന്റ് വിൻസെന്റ് കോളനിക്ക് സമീപവുമെല്ലാം MT താമസിച്ചിരുന്നു. ആനിഹാൾ റോഡിലെ മുകൾ നിലയിലെ വാടക മുറിയിൽ ഇരുന്നാണ് MT ഇരുട്ടിന്റെ ആത്മാവ് എഴുതിയത്. തുടക്കകാലത്ത് NP മുഹമ്മദുമായിട്ടായിരുന്നു MTയുടെ സൗഹൃദം. എല്ലാ ദിവസവും മിഠായി തെരുവിലെ ലക്കി ഹോട്ടലിൽ ചായകുടിയും സാഹിത്യ ചർച്ചകളിലും തുടങ്ങിയ ആ ബന്ധം പിന്നീട് ഹൃദയബന്ധമായി മാറി. NPയുടെ വീട്ടിലെ നിത്യസന്ദർശകനായും MT മാറി. വൈകുന്നേരങ്ങളിൽ ആകാശവാണിയിൽ പോയിരുന്ന MT അവിടെ വെച്ച് അക്കിത്തം, തിക്കോടിയൻ, ഉറൂബ് എന്നിവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് കടുത്ത ഭക്ഷണപ്രിയനായിരുന്ന MT കോഴിക്കോട്ടെ രുചി വൈവിധ്യങ്ങൾ തേടി സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുമായിരുന്നു. ബോംബെ ഹോട്ടൽ, മോഡൽ ഹോട്ടൽ, കോമളവിലാസ് ഹോട്ടൽ എന്നിവിടങ്ങളിലൊക്കെ MT പൊറ്റക്കാടിനും NPക്കുമൊപ്പം ഒത്തുകൂടും. ബേപ്പൂരിൽ നിന്ന് നഗരത്തിലേക്ക് ബഷീറും വരുമായിരുന്നു. MTയുടെ എഴുത്തുകളിൽ ഏറെയും പിറവിയെടുത്തത് കോഴിക്കോട്ടെ ഹോട്ടൽ മുറികളിലാണെന്ന് പറയാം. എഴുതാനായി വീട്ടിലിരിക്കുന്ന രീതി ആയിരുന്നില്ല MTയുടേത്. ആനിഹാൾ റോഡിലെ രത്നഗിരി ഹോട്ടലിൽ മുറിയെടുത്താണ് MT നിർമാല്യം, ഓളവും തീരവും എന്നീ തിരക്കഥകൾ എഴുതിയത്. ബീച്ചിലെ സ്വീക്കിൻ ഹോട്ടലിൽ ഇരുന്നാണ് താഴ്വോരം, സതയം എന്നീ സിനിമകളുടെ തിരക്കഥ എഴുതിയത്. അതുപോലെ നീലത്താമരയും പഴശ്ശിരാജയുടെ കുറച്ചു ഭാഗങ്ങളും എഴുതിയത് വീടിന് സമീപത്തുള്ള ഈസ്റ്റ് അവന്യൂ ഹോട്ടലിലുമായിരുന്നു. കോഴിക്കോട്ടെ MTയുടെ സർഗപ്രവർത്തനങ്ങളിലേറെയും വാടക വീടുകളിലും ഹോട്ടൽ മുറികളിലുമായിരുന്നു. എന്നാൽ കോഴിക്കോട്ടെ കൊട്ടാരം റോഡിലുള്ള സിത്താര എന്ന വീട്ടിലാണ് MT വിശ്രമ ജീവിതം നയിച്ചത്. തൊട്ടടുത്തു തന്നെ മകൾ അശ്വതിയും കുടുംബവും താമസിച്ചിരുന്നു. അശ്വതിയുടെ മകൻ മാധവൻ MTക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. മിക്ക ദിവസങ്ങളിലും അരികിലെത്തുന്ന അവന്റെ കളിയും ചിരിയുമാണ് MT എന്ന മുത്തച്ഛന്റെ ഗൗരവം അല്പമെങ്കിലും അലിയിച്ചു കളഞ്ഞത്. MTയുടെ കഥകളുടെ ബീജം കൂടല്ലൂരും നിളയുമൊക്കെ ആയിരുന്നെങ്കിൽ അവ മുളച്ചതും പടർന്നു പന്തലിച്ചതുമൊക്കെ കോഴിക്കോട്ടു നിന്നാണ്. നിളയുടെ തെളിനീരൊഴുകിയ നഗരമായിരുന്നു MT നിറഞ്ഞു നിന്ന കോഴിക്കോടെന്ന് പറയാം.